ഇന്ന് നമുക്ക് രസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പല നാട്ടിലും പല സ്റ്റൈലിലാണ് രസം വെക്കുന്നത്. അപ്പോൾ ഞാനിന്ന് എൻ്റേതായ സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കുവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ 2 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 8 ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പം ഞാനിവിടെ രസത്തിൽ കുരുമുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. കുരുമുളകാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് വാളൻപുളിയാണ്. അപ്പോൾ ഞാനിവിടെ വലിപ്പമുള്ള നാരങ്ങ വലിപ്പത്തിനുള്ള വാളൻപുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ കടുകും അതോടൊപ്പം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുവാണ്. കടുകും ഉലുവയും പൊട്ടി വരുന്ന സമയം നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറയുമ്പം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ ആകുമ്പം രസത്തിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ മതിയാകും. ഒത്തിരി അങ്ങ് ഇഞ്ചി അങ്ങ് മൂത്ത് പോകരുത്. അങ്ങനെ ആകുമ്പോൾ രസത്തിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂണാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണ്. കുരുമുളക് പൊടിക്ക് പകരം നമുക്ക് കുരുമുളക് നന്നായിട്ട് ചതച്ചിട്ട് ചേർക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് ചതച്ചിട്ട് ചേർക്കുമ്പോൾ ഒന്നും കൂടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത സമയത്ത് അത് വീഡിയോ റെക്കോർഡായിട്ടില്ലായിരുന്നു കേട്ടോ. തക്കാളി ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കായം ചേർത്ത് കൊടുക്കാം. കായം ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്യാട്ടോ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോയാൽ പിന്നെ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. തക്കാളി ഒത്തിരി അങ്ങ് വെന്തൊന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റി കൊടുത്താൽ മതിയാകും. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തക്കാളി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 3.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 3.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എരിവ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ചേർക്കാം കേട്ടോ. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ രസത്തിന് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതാ രസം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമുക്കിതിലേക്ക്
കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുവാണ്. ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. രസം ഒത്തിരി നേരമായിട്ട് തിളപ്പിച്ചെടുക്കരുത്. ഒത്തിരി അങ്ങ് വെട്ടിത്തിളച്ചാൽ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാകും. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.